അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ 8085-ൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നെക്സ്റ്റ് ആണ് അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻസ്. എന്തൊക്കെയാണ് അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻസ്? നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തൊക്കെയാണ്? അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, അങ്ങനെയുള്ള ഓപ്പറേഷൻസാണ് അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻസിൽ വരുന്നത് അല്ലേ. അപ്പോൾ 8085-ൽ വരുന്ന അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് രജിസ്റ്ററിലെ കണ്ടൻറ്റ് അല്ലെങ്കിൽ മെമ്മറിയിലെ കണ്ടൻറ്റ് അക്യുമുലേറ്ററിലെ കണ്ടൻറ്റുമായിട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ്. ആഡ് ആർ അല്ലെങ്കിൽ ആഡ് എം. അതായത് രജിസ്റ്ററായിട്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആഡ് ആർ, അതല്ല മെമ്മറിയിലെ ഒരു ലൊക്കേഷനിലെ കണ്ടൻറ്റാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ആഡ് എം. ആഡ് ആറും ആഡ് എമ്മും എന്ന് വെച്ചാൽ എന്താണ്? രജിസ്റ്ററിലെ കണ്ടൻറ്റും ആഡ് ആർ എന്ന് പറഞ്ഞാൽ ഒരു രജിസ്റ്ററിലെ കണ്ടൻറ്റും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെ ആഡ് ചെയ്തിട്ട് റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യാം. എന്നാൽ ആഡ് എം ആണെങ്കിലോ ഒരു മെമ്മറി ലൊക്കേഷൻ ആണല്ലേ. നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യുന്നത് HL രജിസ്റ്ററിലെ കണ്ടൻറ്റാണ്. അതായത് HL രജിസ്റ്ററിലാണ് കണ്ടൻറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇഫ് ദ ഓപ്പറാൻഡ് ഈസ് എ മെമ്മറി ലൊക്കേഷൻ, ഇറ്റ്സ് ലൊക്കേഷൻ ഈസ് സ്പെസിഫൈഡ് ബൈ കണ്ടൻറ്റ്സ് ഓഫ് HL രജിസ്റ്റർ. അപ്പം ആഡ് എം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? HL രജിസ്റ്ററിലെ കണ്ടൻറ്റാണ് നമ്മൾ നോക്കേണ്ടത്. HL രജിസ്റ്ററിൽ പറഞ്ഞിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റും കൂടെ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെ ആഡ് ചെയ്യാനാണ് ആഡ് എം എന്ന് പറയുന്നത്. അതുപോലെ ആഡീഷൻ ആയതുകൊണ്ട് ഫ്ലാഗ്സ് ഒക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരിക്കും അല്ലേ. അതായത് ക്യാരി ഉണ്ടോ, ക്യാരി ഇല്ലേ, ക്യാരി ഫ്ലാഗ്, അതുപോലെ പോസിറ്റീവ് നെഗറ്റീവ് ഫ്ലാഗ്സ്, സൈൻ ഫ്ലാഗുകൾ. അപ്പോൾ അതൊക്കെ നോക്കണം. അപ്പോൾ അതിനനുസരിച്ച് റിസൾട്ടിനനുസരിച്ച് എന്ത് ചെയ്യും? ഫ്ലാഗ്സ് മോഡിഫൈ ചെയ്യും. എക്സാമ്പിളായിട്ട് രണ്ടെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആഡ് ബിയും ആഡ് എമ്മും. ആഡ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന രജിസ്റ്ററിലെ കണ്ടൻറ്റും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെ ആഡ് ചെയ്തിട്ട് റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യാം അല്ലേ. നമുക്കറിയാം ആഡ് എം ആണെങ്കിലോ HL രജിസ്റ്ററിലാണ് നോക്കേണ്ടത് അല്ലേ. മെമ്മറി ലൊക്കേഷൻ ആയ കാരണം 16 ബിറ്റാണ്. സോ HL രജിസ്റ്ററിലാണ് അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക. ലൊക്കേഷൻ 16 ബിറ്റ് ആയതുകൊണ്ട് ആ ലൊക്കേഷനിലെ കണ്ടൻറ്റും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെയാണ് ആഡ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ക്യാരി വെച്ചിട്ട് ആഡ് ചെയ്യുക. ആഡ് രജിസ്റ്റർ ടു അക്യുമുലേറ്റർ വിത്ത് ക്യാരി. ക്യാരിയും കൂടെ ചേർത്തിട്ട് ആഡ് ചെയ്യുക. എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ വരുന്നത്? ആഡ് CR ഫോർമാറ്റ് അങ്ങനെയാണ് വരുന്നത് അല്ലേ. ആഡ് CR കൂടാതെ ആഡ് CM മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ. ഓപ്പറാൻഡിലെ കണ്ടൻറ്റ്, ഓപ്പറാൻഡ് ഏതാണ്? ആർ എന്ന രജിസ്റ്ററിലെ കണ്ടൻറ്റും ക്യാരി ഫ്ലാഗും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെ ആഡ് ചെയ്തിട്ട് റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യാം. എക്സാമ്പിളായിട്ട് അവിടെ ആഡ് CB കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ബി എന്ന രജിസ്റ്ററിലെ കണ്ടൻറ്റും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും ക്യാരി എന്താണോ ആ കണ്ടൻറ്റും കൂടെ ചേർത്തിട്ട്, അതായത് ക്യാരി ഉണ്ടെങ്കിൽ ക്യാരി ഫ്ലാഗ് നോക്കുക, ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാരിയും കൂടെ ആഡ് ചെയ്തിട്ട് റിസൾട്ട് അക്യുമുലേറ്ററിൽ കൊടുക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുക. അതാണ് ആഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ആഡ് ഇമീഡിയറ്റ് ടു അക്യുമുലേറ്റർ. ADI. ഐ കണ്ടാൽ നമുക്കറിയാം എന്താണ് ഇൻസ്ട്രക്ഷനിൽ ഇനി വരാൻ പോകുന്നത്. ഒരു ഡാറ്റയാണ്. ആ ഡാറ്റയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ADI 8-bit ഡാറ്റ. അതായത് ഇൻസ്ട്രക്ഷനിൽ തന്നിട്ടുള്ള ഇമീഡിയറ്റ് ആയിട്ട് എന്താണ് തന്നിട്ടുള്ളത്? ഡാറ്റ തന്നിരിക്കുകയാണ്. അപ്പോൾ ആ 8-bit ഡാറ്റയും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെ ആഡ് ചെയ്തിട്ട് റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. എക്സാമ്പിളായിട്ട് ADI 45H. 45H എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റയാണ്. ആ ഡാറ്റയും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെ ആഡ് ചെയ്തിട്ട് അക്യുമുലേറ്ററിൽ റിസൾട്ട് സ്റ്റോർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ആഡ് ഇമീഡിയറ്റ് ടു അക്യുമുലേറ്റർ വിത്ത് ക്യാരി. ഇമീഡിയറ്റ് ആയിട്ട് 8-bit ഡാറ്റയും ആഡ് ചെയ്യുക, അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും ആഡ് ചെയ്യുക, ക്യാരിയും ആഡ് ചെയ്യുക. മൂന്നും കൂടെ ആഡ് ചെയ്യാണ്. ക്യാരി, 8-bit ഡാറ്റ, ഇമീഡിയറ്റ് 8-bit ഡാറ്റ ആൻഡ് കണ്ടൻറ്റ് ഓഫ് അക്യുമുലേറ്റർ. റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യുന്നു? അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. എക്സാമ്പിൾ ACI 45H. 45H എന്ന് പറയുന്ന കണ്ടൻറ്റും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും ക്യാരിയും കൂടെ ആഡ് ചെയ്തിട്ട് റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ദെൻ ആഡ് രജിസ്റ്റർ പെയർ ടു H ആൻഡ് L രജിസ്റ്റേഴ്സ്. ആഡ് രജിസ്റ്റർ പെയർ എന്താണത്? നമ്മൾ 8-bit ഡാറ്റയാണ് ഇതുവരെ പറഞ്ഞത് അല്ലേ. എന്നാൽ 16-bit ഡാറ്റയുടെ 16-bit ഡാറ്റ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യാം, അവിടെ HL രജിസ്റ്റർ യൂസ് ചെയ്യാം. ഓക്കെ, 16 ബിറ്റ് കണ്ടൻസ് ഓഫ് സ്പെസിഫൈഡ് രജിസ്റ്റർ പെയർ, ആ രജിസ്റ്റർ പെയറിൽ ഇൻസ്ട്രക്ഷനിൽ കൊടുത്തിട്ടുള്ള രജിസ്റ്റർ പെയറിൽ ഉള്ള കണ്ടൻറ്റ് എന്താണോ അത് HL രജിസ്റ്റർ പെയറിലെ കണ്ടൻറ്റുമായിട്ട് ആഡ് ചെയ്തിട്ട് റിസൾട്ട് HL രജിസ്റ്ററിൽ യൂസ് ചെയ്യുക. ഇവിടെ അക്യുമുലേറ്റർ യൂസ് ചെയ്യുന്നതിന് പകരം HL രജിസ്റ്ററാണ് ഇൻസ്റ്റഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിസൾട്ട് ലാർജർ ദാൻ 16 ബിറ്റ് ആണെങ്കിൽ ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യുകയും ചെയ്യും. എക്സാമ്പിളായിട്ട് DAD H. അപ്പോൾ H എന്ന് പറയുമ്പോൾ അവിടെ ഏത് രജിസ്റ്ററാണ്? HL രജിസ്റ്ററാണ്, കാരണം 16 ബിറ്റാണ്. അപ്പോൾ H എന്ന രജിസ്റ്റർ മാത്രം എടുത്തുകൊണ്ട് കാര്യമില്ല, H എന്ന രജിസ്റ്റർ മാത്രം ആകുമ്പോൾ 8 ബിറ്റാണ്. സോ HL രജിസ്റ്റർ പെയർ എടുക്കണം, അപ്പോഴാണ് നമുക്ക് 16 ബിറ്റ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുക. ഇത് നെക്സ്റ്റ് വരുന്നതാണ് സബ്സ്ട്രാക്ട് രജിസ്റ്റർ ഓർ മെമ്മറി ഫ്രം അക്യുമുലേറ്റർ. ഫോർമാറ്റ് എങ്ങനെയാണ്? സബ് R സബ് M. നമ്മൾ അഡീഷൻ പറഞ്ഞ അതേപോലെ തന്നെ അഡീഷന് പകരം എന്താണ്? സബ്സ്ട്രാക്ഷനാണെന്ന് മാത്രം. തന്നിട്ടുള്ള രജിസ്റ്ററിലെ കണ്ടൻറ്റും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. M ആണെങ്കിൽ മെമ്മറി ആണെങ്കിൽ HL രജിസ്റ്റർ പെയറിലും നോക്കുക. എക്സാമ്പിൾ സബ് B സബ് M. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സബ്സ്ട്രാക്ട് സോഴ്സ് ആൻഡ് ബോറോ ഫ്രം അക്യുമുലേറ്റേഴ്സ് SBBR. ഇത് ഓപ്പറാൻഡിലെ കണ്ടൻറ്റ്, നമ്മൾ ക്യാരി പറഞ്ഞല്ലോ അഡീഷൻ ആണെങ്കിൽ അതേ കേസ് തന്നെ. ഏതാണ്? സബ്സ്ട്രാക്ഷൻ ആകുമ്പോൾ ബോറോ ആവും, അഡീഷൻ ആകുമ്പോൾ ക്യാരി, അത്രയും ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഓപ്പറാൻഡിൽ പറഞ്ഞിട്ടുള്ള രജിസ്റ്റർ ഏതാണോ അതിലെ കണ്ടൻറ്റ്. ഓപ്പറാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ രജിസ്റ്റർ ആണല്ലേ, അപ്പോൾ രജിസ്റ്ററാണ്. അപ്പോൾ രജിസ്റ്ററിലെ കണ്ടൻറ്റ് ബോറോ ഫ്ലാഗ് ഉണ്ടെങ്കിൽ അത്, അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് അതെല്ലാം കൂടെ എന്ത് ചെയ്യുക? സബ്സ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക? അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. എക്സാമ്പിൾ SBBB ഓർ SBBM. ദെൻ അഡീഷൻ ഇമ്മീഡിയറ്റ് പറഞ്ഞ പോലെ തന്നെ സബ്സ്ട്രാക്ട് ഇമ്മീഡിയറ്റ് ഫ്രം അക്യുമുലേറ്റർ, അതായത് ഇൻസ്ട്രക്ഷനിൽ തന്നിട്ടുള്ള 8 ബിറ്റ് ഡാറ്റയും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക? അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ സബ്സ്ട്രാക്ട് ഇമ്മീഡിയറ്റ് ഫ്രം അക്യുമുലേറ്റർ വിത്ത് ബോറോയും കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യുക? ഇമ്മീഡിയറ്റ് ആയിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുക. തന്നിട്ടുള്ള 8 ബിറ്റ് ഡാറ്റയും ബോറോ ഫ്ലാഗും കൂടെ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെ ചേർത്ത് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ദെൻ ഇൻക്രിമെൻറ്റ് രജിസ്റ്റർ ഓർ മെമ്മറി ബൈ 1. ഇത് രജിസ്റ്ററിലെ കണ്ടൻറ്റ് ഒന്ന് വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റ് എന്താണോ അത് 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുക. റിസൾട്ട് അവിടെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. INR B എന്ന് പറഞ്ഞാൽ B എന്ന് പറയുന്ന രജിസ്റ്ററിലെ കണ്ടൻറ്റ് എന്താണോ അതെന്ത് ചെയ്യുക? +1 ചെയ്ത് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. M ആകുമ്പോൾ ആ മെമ്മറി ലൊക്കേഷനിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അതുപോലെ ഇൻക്രിമെൻറ്റ് രജിസ്റ്റർ പെയർ ബൈ 1. രജിസ്റ്ററിന് പകരം രജിസ്റ്റർ പെയർ INX R. ഇപ്പോൾ എക്സാമ്പിളായിട്ട് INX H ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ HL രജിസ്റ്റർ പെയറിലെ കണ്ടൻറ്റ് HL ആണ്. X ആയ കാരണം INX പറയുമ്പോൾ നമുക്കറിയാം X വന്നാൽ എന്താണ്? രജിസ്റ്റർ പെയറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ H മാത്രം നോക്കിയാൽ പോരാ, HL രജിസ്റ്റർ പെയർ നോക്കണം. അതിലെ കണ്ടൻറ്റ് എന്താണോ 16 ബിറ്റ് കണ്ടൻറ്റ് ആയിരിക്കും, അതെന്ത് ചെയ്യുക? 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുക. റിസൾട്ട് HLൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഡിക്രിമെൻറ്റ് എന്താണ്? രജിസ്റ്ററിലെ കണ്ടൻറ്റ് 1 വെച്ച് ഡിക്രിമെൻറ്റ് ചെയ്യുക. മെമ്മറി ആണെങ്കിൽ മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റ് 1 വെച്ച് ഡിക്രിമെൻറ്റ് ചെയ്യുക. DCR B ഒരു എക്സാമ്പിളാണ്, DCR M ഒരു എക്സാമ്പിളാണ്. ദെൻ ഡിക്രിമെൻറ്റ് രജിസ്റ്റർ പെയർ ബൈ 1. രജിസ്റ്റർ പെയർ ഡിക്രിമെൻറ്റ് ചെയ്യുക. DCX H എന്താണ്? HL രജിസ്റ്ററിലെ കണ്ടൻറ്റ് 1 വെച്ച് ഡിക്രിമെൻറ്റ് ചെയ്യുക. അത്രയാണ് അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻസ് വരുന്നത്.